ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വചനവിചാരത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ അല്പസമയത്തെ ചിന്തയ്ക്ക് തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 16-ാം അധ്യായം അതിൻ്റെ 7 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ. The Gospel according to Saint John, chapter 16, verses 7 through 16. അതിൻ്റെ 7ഉം 8ഉം വാക്യങ്ങൾ ഞാൻ വായിക്കുന്നു. എന്നാൽ ഞാൻ നിങ്ങളോട് സത്യം പറയുന്നു, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം. ഞാൻ പോകാഞ്ഞാൽ കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ വരികയില്ല. ഞാൻ പോയാൽ അവനെ നിങ്ങളുടെ അടുക്കൽ അയക്കും. അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തിന് ബോധം വരുത്തും. ലോകമെങ്ങുമുള്ള ക്രൈസ്തവ സഭ പെന്തക്കുസ്തി പെരുന്നാളായി കൊണ്ടാടുന്ന ദിവസമാണല്ലോ ഈ ഞായറാഴ്ച. എന്താണ് പെന്തക്കുസ്തി പെരുന്നാൾ? കാത്തിരുന്ന സഭയ്ക്ക് ദൈവം പരിശുദ്ധാത്മാവിനെ നൽകുന്ന അനുഭവമാണ്, അതിൻ്റെ ഓർമ്മയാണ് പെന്തക്കുസ്തി പെരുന്നാളിലൂടെ സംഭവിക്കുന്നത്. അങ്ങനെയെങ്കിൽ പരിശുദ്ധാത്മാവ് അതിനു മുൻപുണ്ടായിരുന്നില്ല എന്നാണോ അർത്ഥമാക്കുന്നത്? അല്ല. എന്നു മുതൽ പിതാവായ ദൈവമുണ്ടോ, എന്നു മുതൽ പുത്രനായ ക്രിസ്തുവുണ്ടോ, അന്നു മുതൽ തന്നെ പരിശുദ്ധാത്മാവുമുണ്ട് എന്ന് വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഇന്ന് ജീവിക്കുന്ന നമുക്ക്, ഇന്നത്തെ സഭയ്ക്ക് എങ്ങനെയാണ് പെന്തക്കുസ്തി അർത്ഥവത്തായി മാറുന്നത് എന്ന് നമുക്ക് ഒരുമിച്ച് ചിന്തിക്കാം എന്ന് ആഗ്രഹിക്കുന്നു. 1. ഇറ്റ് ഈസ് ദ അഷ്വറൻസ് ഓഫ് ദ പ്രസൻസ് ഓഫ് ഗോഡ്. ദൈവ സാന്നിധ്യത്തെക്കുറിച്ചുള്ള ഉറപ്പാണ് പെന്തക്കുസ്തി പെരുന്നാൾ നമുക്ക് നൽകുന്നത്. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം അതിൻ്റെ 14-ാം അധ്യായം മുതൽ 16-ാമത്തെ അധ്യായം വരെയും കർത്താവിൻ്റെ വിടവാങ്ങൽ പ്രസംഗം അഥവാ ദ ഫെയർവെൽ ഡിസ്കോഴ്സ് എന്നാണ് നമ്മൾ സാധാരണയായി അതിനെ വിളിക്കാറുള്ളത്. എന്താണ് കർത്താവിൻ്റെ വിടവാങ്ങൽ പ്രസംഗം എന്ന് പറയുന്നത്? കർത്താവായ യേശു ക്രിസ്തു തൻ്റെ പീഡാനുഭവത്തിനും മരണത്തിനും മുൻപ് തൻ്റെ ശിഷ്യന്മാരോട് തൻ്റെ സഭയെക്കുറിച്ച്, തൻ്റെ ശിഷ്യന്മാരെക്കുറിച്ചുള്ള സ്വപ്നം പങ്കുവയ്ക്കുന്ന അനുഭവമാണ് ഈ വിടവാങ്ങൽ പ്രസംഗം അഥവാ ദ ഫെയർവെൽ ഡിസ്കോഴ്സ് എന്ന് പറയുന്നത്. 14-ാമത്തെ അധ്യായത്തിൻ്റെ ആദ്യത്തെ വാക്യം നമ്മൾ ഇപ്രകാരമാണ് വായിക്കുന്നത്: നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിലും വിശ്വസിപ്പിൻ. ഈ വിടവാങ്ങൽ പ്രസംഗത്തിൽ കർത്താവ് ആവർത്തിച്ച് തൻ്റെ ശിഷ്യന്മാരെടുത്ത് പറയുന്ന ഒരു കാര്യമാണ് ഡു നോട്ട് ബി ഡിസപ്പോയിൻറ്റഡ്. നിങ്ങൾ നിരാശപ്പെടരുത്. എന്താണ് ഇപ്രകാരം നിരാശപ്പെടാതെ ഇരിക്കണം എന്ന കർത്താവ് പറയുന്നതിൻ്റെ കാരണം? അതിൻ്റെ 7-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് ഇപ്രകാരമാണ്: ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം. ഞാൻ പോകാഞ്ഞാൽ കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ വരികയില്ല. ഞാൻ പോയാൽ അവനെ നിങ്ങളുടെ അടുക്കൽ അയക്കും എന്നതാണ് കർത്താവ് പറയുന്നത്. ഈ വേദഭാഗത്തിൻ്റെ മൂലഭാഷയിൽ, ഗ്രീക്ക് ഭാഷയിൽ, ഇവിടെ കാര്യസ്ഥൻ എന്ന വാക്കിന് ഉപയോഗിച്ചിരിക്കുന്ന ഗ്രീക്ക് പദം, യവനായ പദം പാരക്ലീറ്റോസ് എന്നുള്ള വാക്കാണ്. എന്താണ് പാരക്ലീറ്റോസ് എന്ന് പറഞ്ഞാൽ? അതിൻ്റെ അർത്ഥം വൺ ഹൂ വാക്സ് എലോങ് സൈഡ് എന്നതാണ് അതിന് നൽകുന്ന അർത്ഥം. നമ്മോടൊപ്പം നടക്കുന്നവൻ, നമ്മോടൊപ്പം സഞ്ചരിക്കുന്ന ഒരാൾ. ടു ബി വിത്ത് അസ് ഓൾവേസ്, എപ്പോഴും നമ്മളോട് കൂടെ ഇരിപ്പാൻ ഉള്ള ഒരാൾ. ഇതാണ് പാരക്ലീറ്റോസ് എന്ന് പറയുന്ന വാക്കിന് നൽകുന്ന അർത്ഥം. പഴയ നിയമം നമ്മൾ പരിശോധിക്കുമ്പോൾ പഴയ നിയമത്തിലും ദൈവത്തിൻ്റെ ആത്മാവിനെ ധാരാളം ആളുകൾക്ക് നൽകുന്നതായി വേദപുസ്തകം പറയുന്നുണ്ട്. എന്നാൽ അങ്ങനെ ദൈവത്തിൻ്റെ ആത്മാവിനെ ആളുകൾക്ക് നൽകുമ്പോൾ അതൊരു പ്രത്യേക കാര്യം ചെയ്യുന്നതിന്, ഒരു പ്രത്യേക സമയത്തേക്കിന് നൽകുന്നതായിട്ടാണ് വേദപുസ്തകം പറയുന്നത്. അതിനുശേഷം ആ ആത്മാവിനെ ദൈവം തിരിച്ചെടുക്കുന്നതായും വേദപുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി പെന്തക്കുസ്തി പെരുന്നാളിൽ ദൈവം കാത്തിരുന്ന സഭയ്ക്ക് പരിശുദ്ധാത്മാവിനെ നൽകുമ്പോൾ അത് നൽകുന്നത് എല്ലായ്പ്പോഴും കൂടെയിരിക്കാൻ, എപ്പോഴും കൂടെയിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നൽകുന്നത് എന്നാണ് വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് പെന്തക്കുസ്തി പെരുന്നാൾ നമുക്ക് നൽകുന്ന ഉറപ്പാണ് കർത്താവായ യേശു ക്രിസ്തു, ദൈവത്തിൻ്റെ സാന്നിധ്യം എപ്പോഴും എല്ലായ്പ്പോഴും നമ്മളോട് കൂടെയിരിക്കുന്നു എന്നത്. നമ്മുടെ വേദനകളിൽ,
നമ്മുടെ പ്രതിസന്ധികളിൽ, നമ്മുടെ വിജയങ്ങളിൽ, നമ്മുടെ പരാജയങ്ങളിൽ, നമ്മുടെ അനിശ്ചിതത്വത്തിൻ്റെ അനുഭവങ്ങളിൽ അവിടെയെല്ലാം നമ്മളോടൊപ്പം സഞ്ചരിക്കുന്ന, എല്ലായ്പ്പോഴും നമ്മളോട് കൂടെയിരിക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യത്തെക്കുറിച്ചുള്ള ഉറപ്പാണ് പെന്തക്കോസ്തിയുടെ ഓർമ്മപ്പെടുത്തൽ. 2, ഇറ്റ് ഈസ് എ കോൾ ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ദ മിഷൻ ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ ദൗത്യത്തിൽ പങ്കുചേരുവാനുള്ള വിളിയും ഓർമ്മപ്പെടുത്തലുമാണ് പെന്തക്കോസ്തി പെരുന്നാൾ നമുക്ക് നൽകുന്നത്. ഇതിൻ്റെ 8-ാമത്തെ വാക്യം മുതൽ താഴോട്ട് നമ്മൾ വായിക്കുന്ന സ്ഥലത്ത് കർത്താവ് തൻ്റെ ശിഷ്യന്മാരുടെ അടുക്കൽ പറയുന്നുണ്ട്, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് നല്ലതാണ്, എന്നാൽ ഞാൻ പോകുന്നത് കൊണ്ട് നിങ്ങൾക്ക് കുറേ കൂടെ ചുമതലകളുണ്ട്. There are more responsibilities that you need to carry out. പരിശുദ്ധാത്മാവ് വരുമ്പോൾ പരിശുദ്ധാത്മാവ് എന്തൊക്കെ ചെയ്യും എന്നത് ഈ വേദഭാഗത്ത് പറയുന്നുണ്ട്. അതിൻ്റെ 8-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്, അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തിന് ബോധം വരുത്തും എന്നാണ് പറയുന്നത്. പലപ്പോഴും ഈ ഒരു വേദഭാഗം നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് പരിശുദ്ധാത്മാവ് വരും, പരിശുദ്ധാത്മാവ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മളും അത് കാണും എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. എന്നാൽ വേദപുസ്തകം അങ്ങനെ പഠിപ്പിക്കുന്നില്ല. വേദപുസ്തകം പഠിപ്പിക്കുന്നത് അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായം വായിക്കുമ്പോൾ അവിടെ കാത്തിരുന്ന സഭയ്ക്കാണ് ദൈവം പരിശുദ്ധാത്മാവിനെ നൽകുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ കാത്തിരുന്ന സഭ എന്ന് പറയുന്നത് ഞാനും നിങ്ങളുമാണ്. അതുകൊണ്ട് തന്നെ പരിശുദ്ധാത്മാവിനെ നൽകിയിരിക്കുന്നത് എനിക്കും നിങ്ങൾക്കുമാണ്. അതുകൊണ്ട് തന്നെ നമ്മളിലൂടെ, നമ്മുടെ ജീവിത ശൈലിയിലൂടെ, നമ്മുടെ പ്രവർത്തനങ്ങളിലൂടെയാണ് ലോകത്തിന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധമുണ്ടാകുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. എൻ്റെ 9-ാമത്തെ വാക്യത്തിൽ എന്തുകൊണ്ട് പാപം, എന്തുകൊണ്ട് നീതി, എന്തുകൊണ്ട് ന്യായവിധി എന്ന് അവിടെ വിശദമായി പറയുന്നതായി നമുക്ക് കാണുവാനായിട്ട് ഇടയാകുന്നുണ്ട്. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം തുടർന്ന് താഴേക്ക് നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നു, ഇനിയും എനിക്ക് ധാരാളം നിങ്ങളോട് പറയുവാനായിട്ടുണ്ട്, എന്നാൽ ഇപ്പോഴല്ല, ഇനിയും അതിന് സമയമുണ്ട്. പരിശുദ്ധാത്മാവ് അത് എന്നിൽ നിന്നെടുത്ത് നിങ്ങൾക്ക് നൽകും എന്നാണ് പറയുന്നത്. പിതാവായ ദൈവത്തിൽ നിന്ന് പുത്രനായ ക്രിസ്തുവിനെ ലഭിച്ചത്, പുത്രനായ ക്രിസ്തുവിൽ നിന്ന് പരിശുദ്ധാത്മാവ് നമുക്ക് നൽകും എന്നാണ് വേദപുസ്തകം നമുക്ക് നൽകുന്ന ഉറപ്പ്. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ദൈവത്തോടൊപ്പം കൂട്ടുവേലക്കാരായി തീരുവാനുള്ള ഓർമ്മപ്പെടുത്തലാണ് പെന്തക്കോസ്തി നമുക്ക് നൽകുന്നത്. നീതിയുടെ വക്താക്കളായി, പാപത്തെക്കുറിച്ച് ലോകത്തിന് ബോധം വരുത്തുന്നവരായി, ന്യായവിധിയുണ്ട് നിശ്ചയം എന്ന് ലോകത്തോട് പറയുന്നവരായി തീരുവാൻ നമ്മൾ ബാധ്യസ്ഥരാണ് എന്നുള്ള ഓർമ്മപ്പെടുത്തലാണ് പെന്തക്കോസ്തി നമുക്ക് നൽകുന്നത്. കർത്താവായ യേശുക്രിസ്തുവും തൻ്റെ ജീവിതത്തിൽ, തൻ്റെ പ്രവർത്തനത്തിലൂടെ ഇത് തന്നെയാണ് ചെയ്തത് എന്ന് വേദപുസ്തകം സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. അത്തരത്തിൽ പിതാവായ ദൈവം തൻ്റെ പുത്രനായ ക്രിസ്തുവിലൂടെ ഈ ലോകത്തിൽ ആരംഭിച്ച ദൈവരാജ്യത്തിൻ്റെ ശുശ്രൂഷയെ തടസ്സം കൂടാതെ മുൻപോട്ട് കൊണ്ടുപോകാൻ, ഉത്സാഹത്തോടെ മുൻപോട്ട് നയിക്കുവാൻ ഉള്ള നിയോഗമാണ്, ഓർമ്മപ്പെടുത്തലാണ് പെന്തക്കോസ്തി പെരുന്നാൾ നമുക്ക് നൽകുന്നത്. 3, ഇറ്റ് ഈസ് എ കോൾ ടു ലിവ് ഇൻ യൂണിറ്റി. ഒരുമയുടെ ആത്മാവിൽ, സ്നേഹത്തിൻ്റെ ആത്മാവിൽ ജീവിക്കുന്നതിന്, പ്രവർത്തിക്കുന്നതിനുള്ള വിളിയും ഓർമ്മപ്പെടുത്തലുമാണ് പെന്തക്കോസ്തി പെരുന്നാൾ നമുക്ക് നൽകുന്നത്. അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങളിലാണല്ലോ പെന്തക്കോസ്തിയുടെ അനുഭവം, ആ സംഭവത്തെക്കുറിച്ച് നമ്മൾ വേദപുസ്തകത്തിൽ വായിക്കുന്നത്. അവിടെ വിവിധ തരം അടയാളങ്ങൾ ഉപയോഗിക്കുന്നതായി നമ്മൾ കാണുന്നുണ്ട്. ഈ അടയാളങ്ങളെല്ലാം തന്നെ ദൈവവുമായുള്ള ബന്ധത്തിലാണ് ഉപയോഗിക്കുന്നത്. അവിടെ കാറ്റിനെക്കുറിച്ചും ഒരു വലിയ മുഴക്കത്തെക്കുറിച്ചും തീയെക്കുറിച്ചുമൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. എന്നാൽ അവിടെ നമ്മൾ പ്രത്യേകം കാണുന്ന ഒന്നാണ് അന്യഭാഷ എന്ന് പറയുന്നത്. എന്താണ് അന്യഭാഷ? ആർക്കും മനസ്സിലാവാത്ത എന്തോ ചിലത് വിളിച്ചു പറയുന്നതല്ല അന്യഭാഷ എന്ന് നമ്മൾ ശ്രദ്ധയോടെ ഓർക്കേണ്ടതായിട്ടുണ്ട്. വേദപുസ്തകം അടിവരയിട്ട് പഠിപ്പിക്കുന്ന ഒരു കാര്യമായിട്ടാണ് നമ്മളത് മനസ്സിലാക്കുന്നത്. ആ വേദഭാഗത്ത് വിവിധ സമൂഹങ്ങളിൽപ്പെട്ട
ആളുകളുടെ കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്. ആ ലിസ്റ്റിന് ശേഷം, ആ ഒരു വംശങ്ങളുടെ നിര പറഞ്ഞതിന് ശേഷം, അങ്ങനെയുള്ള നാം നമ്മുടെ ഭാഷകളിൽ അവർ ദൈവത്തിൻ്റെ വൻകാര്യങ്ങളെ പ്രസ്താവിക്കുന്നത് കേൾക്കുന്നില്ലയോ എന്നാണ് നമ്മൾ വായിക്കുന്നത്. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ, ഉൽപ്പത്തി പുസ്തകം 11-ാമത്തെ അധ്യായത്തിൽ ബാബേൽ സംഭവത്തിൽ നടന്നതിൻ്റെ നേർവിപരീതമാണ് നമ്മൾ അപ്പോസ്തല പ്രവൃത്തികളിൽ വായിക്കുന്നത്. ബാബേൽ സംഭവത്തിൽ ദൈവം മനുഷ്യരുടെ ഭാഷയെ കലക്കുന്നുണ്ടെങ്കിൽ, പെന്തിക്കുസ്തിയുടെ അനുഭവത്തിൽ ഓരോരുത്തരും അവരവരുടെ ഭാഷയിൽ സംസാരിക്കുമ്പോൾ അത് ഓരോരുത്തർക്കും അവരവരുടെ ഭാഷയിൽ തന്നെ മനസ്സിലാക്കുവാൻ സാധിക്കുന്നു എന്നുള്ളതാണ് പ്രത്യേകത. ഒരു കോമൺ ലാംഗ്വേജ്, ഒരു പൊതുവായ ഭാഷ അവിടെ ഡെവലപ്പ് ചെയ്യുന്നു, അവിടെ ഉണ്ടാകുന്നതായി നമ്മൾ കാണുന്നു. എ ലാംഗ്വേജ് ഓഫ് ലവ് ആൻഡ് യൂണിറ്റി, സ്നേഹത്തിൻ്റെയും ഒരുമയുടെയും ഭാഷ. പരിശുദ്ധാത്മാവുണ്ട് എന്ന് അവകാശപ്പെടുന്ന നമുക്ക് ഈ സ്നേഹത്തിൻ്റെയും ഒരുമയുടെയും ഭാഷ കൈമോശം വന്നിട്ടുണ്ടോ എന്നത് ഇന്നത്തെ സമകാലീന സമൂഹത്തിൽ ക്രൈസ്തവ സഭ അതിനോട് തന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. നമ്മുടെ സാമൂഹിക ബന്ധങ്ങളിൽ, നമ്മുടെ ഭവനങ്ങളിൽ, നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ ഇടവകകളിൽ, നമ്മുടെ സഭകളിൽ ഈ ഐക്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഭാഷ നമുക്ക് നഷ്ടമാകുന്നുണ്ടോ എന്നത് പൊതുസമൂഹവും നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യം തന്നെയാണ്. പെന്തിക്കുസ്തിയുടെ അനുഭവം ഈ സ്നേഹത്തിൻ്റെ ഭാഷയെ മാറോട് ചേർക്കുവാൻ, അതിനെ പിൻപറ്റുവാനുള്ള വിളിയാണ്. ഒരുമയുടെ ശീലം നമ്മുടെ വിശ്വാസ ജീവിതത്തിൻ്റെ ശീലമായി തീരുവാൻ ഉള്ള വിളിയും നിയോഗവുമാണ് പെന്തിക്കുസ്തി നമുക്ക് നൽകുന്നത്. പ്രിയമുള്ളവരെ, 3 കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുവാനായിട്ട് ശ്രമിച്ചത്. പെന്തിക്കുസ്തി നമുക്ക് നൽകുന്ന 3 ഓർമ്മപ്പെടുത്തൽ. 1, ഇറ്റ് ഈസ് ദ അഷ്വറൻസ് ഓഫ് ദ പ്രസൻസ് ഓഫ് ഗോഡ്. ദൈവ സാന്നിധ്യത്തെക്കുറിച്ചുള്ള ഉറപ്പാണ് പെന്തിക്കുസ്തി നമുക്ക് നൽകുന്നത്. എപ്പോഴും നമ്മളോട് കൂടെ ഇരിക്കുവാൻ, എല്ലായ്പ്പോഴും നമ്മളോട് കൂടെ ഇരിക്കുവാൻ പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥനെ, നമ്മളോടൊപ്പം സഞ്ചരിക്കുന്ന, നമ്മളോട് കൂടെ നടക്കുന്ന പരിശുദ്ധാത്മാവ്, ദൈവ സാന്നിധ്യം, ആ ദൈവ സാന്നിധ്യത്തെക്കുറിച്ചുള്ള ഉറപ്പാണ് നമുക്ക് പെന്തിക്കുസ്തി നൽകുന്നത്. 2, ദൈവത്തിൻ്റെ കൂട്ടുവേലക്കാരായി തീരുവാനുള്ള വിളിയും നിയോഗവുമാണ് നമുക്ക് നൽകുന്നത്. ഇറ്റ് ഈസ് എ കോൾ ആൻഡ് റിമൈൻഡർ ടു പാർട്ടേക്ക് ഇൻ ദ മിഷൻ ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ കൂട്ടുവേലക്കാരായി തീരുവാൻ ദൈവം തൻ്റെ പുത്രനായ ക്രിസ്തുവിലൂടെ ആരംഭിച്ച ദൈവരാജ്യത്തിൻ്റെ ശുശ്രൂഷ, അത് ഇന്ന് ഈ ലോകത്തിൽ നമ്മളിലൂടെ, നമ്മുടെ സഭയിലൂടെ, നമ്മുടെ കുടുംബങ്ങളിലൂടെ, നമ്മുടെ ചുറ്റുപാടുകളിൽ നിർവഹിക്കുവാനുള്ള വിളിയും നിയോഗവുമാണ് പെന്തിക്കുസ്തി പെരുന്നാൾ നമുക്ക് നൽകുന്നത്. 3, ഇറ്റ് ഈസ് എ കോൾ ആൻഡ് റിമൈൻഡർ ടു ലിവ് ഇൻ യൂണിറ്റി. സ്നേഹത്തിൻ്റെയും ഐക്യത്തിൻ്റെയും ഭാവമുണ്ടാകുവാൻ ഉള്ള വിളിയും നിയോഗവുമാണ് പെന്തിക്കുസ്തി പെരുന്നാൾ നമുക്ക് നൽകുന്നത്. നമ്മളെ ആക്കുന്ന ഇടങ്ങളിൽ പരിശുദ്ധാത്മാവിൻ്റെ ഫലം പുറപ്പെടുവിക്കുന്നവരായി, ദൈവം നമ്മോട് കൂടെ സഞ്ചരിക്കുന്നു എന്നുള്ള ഉറപ്പോടെ കർത്താവിൻ്റെ വേലയിൽ ഒരുമയുള്ളവരായി നമുക്ക് ജീവിക്കുവാൻ സാധിക്കുന്നതാണ് പെന്തിക്കുസ്തിയുടെ അനുഭവം. ഈ പെന്തിക്കുസ്തിയുടെ അനുഭവം ഇന്ന് നമുക്ക്, നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ സഭയ്ക്കുണ്ടോ എന്നുള്ള വലിയ ചോദ്യമാണ് പെന്തിക്കുസ്തിയുടെ പെരുന്നാൾ നമ്മളുടെ മുൻപിൽ ഉയർത്തുന്നത്. അത്തരത്തിൽ നമുക്ക് പെന്തിക്കുസ്തിയുടെ അനുഭവത്തിൽ ജീവിക്കുവാൻ, യഥാർത്ഥമായി പരിശുദ്ധാത്മാവ് ഉള്ളവരായി ജീവിക്കുവാൻ ദൈവം തമ്പുരാൻ നമുക്ക് ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യട്ടെ. താങ്ക് യു.